ഈ കേരളയിൽ എവിടെ വരെയായി? കേരളയില് ഏതാണ്ട് ജനങ്ങൾ അത് വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളാണ് ഒരു പദ്ധതി തകർത്തത്. ഞങ്ങൾ പദ്ധതി തകർത്തതല്ല, ജനങ്ങൾക്കെതിരെ വന്നൊരു ആക്രമണത്തെ പ്രതിരോധിച്ചു. അതില് ഒരു അഭിമാനമുണ്ടോ അതോ സങ്കടമുണ്ടോ? ഇപ്പൊ അഭിമാനമുണ്ട്. കാരണം കേരളത്തെ രക്ഷിച്ച ഒരു സമരമായിരുന്നു അത്. ഈ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് കേരളത്തിന് വേണ്ട? കേരളത്തിൽ പാരിസ്ഥിതികമായും അത് സാമ്പത്തികമായും സാമൂഹികമായും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് വസ്തുനിഷ്ഠമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ എതിർത്തത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ റെയിൽ വികസനം കേരളത്തിൽ വേണ്ടേ? വേണം. നിലവിലുള്ള റെയിൽവേക്ക് ബ്രോഡ് ഗേജിൽ 3ഉം 4ഉം പാത പണിയാനുള്ള സ്ഥലമുണ്ടായിരിക്കെ അത് പണിയാതെ, അതിൻ്റെ സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കാതെ, വളവുകൾ ഉണ്ടെങ്കിലുള്ളിടത്ത് നിവർക്കാനുള്ള നടപടികൾ എടുക്കാതെ, വേറെ ഒരു ഏരിയയിൽ വേറൊരു ലൈൻ, അത് സ്റ്റാൻഡേർഡ് ഗേജിൽ നിലവിലുള്ള ബ്രോഡ് ഗേജുമായി കണക്ടിവിറ്റി ഇല്ലാത്തൊരു പദ്ധതി കൊണ്ടുവന്നത് വഴി അത് 11 സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. സാധാരണക്കാർക്ക് പ്രയോജനപ്പെടില്ല. നിലവിലുള്ളതിൻ്റെ 10 ഇരട്ടി ചാർജാവും, കൂടുതൽ കൊടിയൊഴിപ്പിക്കൽ വേണ്ടിവരും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ അന്തർലീനമായിട്ടുള്ളത് കൊണ്ടാണ് അതിനെ എതിർക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. നമുക്കിപ്പം ആ പദ്ധതിയെ കുറിച്ച് ഒരുപാട് ചർച്ചയിട്ട് കാര്യമില്ല. ആ പദ്ധതി ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ടോ? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കേരളത്തിൻ്റെ സമൂഹത്തിനും ജനങ്ങൾക്കും ആവശ്യമുള്ള നിലയിൽ നമുക്ക് പദ്ധതികൾ കൊണ്ടുവന്നേ പറ്റൂ. നമ്മുടെ സമൂഹം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ലോകത്തിനനുസൃതമായി കേരളത്തെ നമുക്ക് മുന്നോട്ട് നയിക്കണമെങ്കിൽ അതിവേഗത്തിലുള്ള സഞ്ചാരം, ഗതാഗതം, ഇതെല്ലാം ആധുനിക കാലത്ത് വളരെ അത്യാവശ്യമാണ്. സ്വാഭാവികമായും കേരയിൽ പോലെയുള്ള പദ്ധതികൾ, ഒരുപക്ഷെ അതിൻ്റെ പേര് മാറുമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലായിരിക്കാം. പക്ഷേ കേരളം പോലെയുള്ള ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനത്തിന്, അത് കേരളം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ നോക്കിയാൽ ഒരു വലിയ ടൗണായി പ്രതീക്ഷിക്കണം, അല്ലെങ്കിൽ അങ്ങനെ കാണേണ്ട ഒരു നാടാണ്. സ്വാഭാവികമായും ഇത്തരം പദ്ധതികൾ വരേണ്ടി വരും. അതൊരു പക്ഷേ ഇനി പേരേതിലാണെങ്കിലും ശരി, സമീപകാലത്ത് നമുക്ക് നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാനാവില്ല. നമ്മുടെ നാടിനും പുതിയ തലമുറയ്ക്കുമെല്ലാം കേരളത്തിന്, നമ്മൾ ലോകത്തോടാണ് മത്സരിക്കേണ്ടത്. സ്വാഭാവികമായും ഇത്തരം ആധുനികമായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കിയേ പറ്റൂ. അത് കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് ആധുനികമായ പുരോഗമനപരമായി ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും വികസന പദ്ധതികളും നടപ്പിൽ വരുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. ആ യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം. ഇപ്പോൾ രാജീവൻ സാർ പറഞ്ഞ ചില അഭിപ്രായങ്ങളോടുള്ള വിയോജിപ്പ്, ഇപ്പോൾ നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുമ്പോൾ SKN ഓർമ്മയുണ്ടാകും, തളിപ്പറമ്പിൽ വയൽക്കിളികൾ സമരമായിരുന്നു അന്ന് പ്രധാനം. ഇതാ ഇവിടെ ആകെ പാടം നശിക്കുന്നു, നെൽകൃഷി ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നു എന്നെല്ലാം. പക്ഷേ സമരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അങ്ങ് കഴിഞ്ഞു. ദേശീയപാത ഇപ്പൊ കീഴാറ്റൂരായിരുന്നു. ഇപ്പോ ആ തളിപ്പറമ്പിലെ ബൈപ്പാസ് പ്രവർത്തനം തുടങ്ങി, അതിലൂടെ വാഹനങ്ങൾ സുഗമമായി പോകുന്നതിന് വേണ്ടി തുടങ്ങി. സമരം നടത്തിയ ആളുകൾ ആ കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു ഒന്നുമില്ലെന്നല്ലാതെ പിന്നീട് സമൂഹത്തിൽ അവർക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെയാണ് കേരളയിൽ ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന ആളുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിൽ കയറി യാത്ര ചെയ്യേണ്ടി വരുമെന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊള്ളുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.